ഹായ്, അന്നാഡേൽ ഇൻറ്റീരിയൽസിൽ സ്വാഗതം. ഇത് നമ്മുടെ വീട്ടിൽ ചെയ്തിരിക്കുന്ന ഹോം തിയേറ്ററാണ്. ഇത് ചെയ്തത് കൊച്ചിൻ ഫിലിം ഫാക്ടറിയിലെ ജോസഫ് ആൻഡ് ടീമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി ഇന്ന് ജോസഫ് നമ്മോട് കൂടി ഉണ്ട്. അപ്പോൾ ജോസഫ്, ഒന്ന് ഞങ്ങളെ ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽസ് ബ്രീഫ് ചെയ്യാൻ പറ്റുമോ? ഒരു ഹോം തിയേറ്ററെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒരു ഹോം തിയേറ്റർ പൂർണ്ണമാകുന്നത്. അതിലൊന്ന് ഓഡിയോ, വീഡിയോ, അക്വസ്റ്റിക്സ്. ഇനി അക്വസ്റ്റിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിവിടെ അക്വസ്റ്റിക്സിനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രേയിൽ വരുന്ന ഒരു അക്വസ്റ്റിക്സ് പാനലിനാണ്. ഇതിൽ തന്നെ നമ്മൾ മിനിമലായിട്ടുള്ള ഗ്രൂഡ് ഡിസൈൻസും നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ പാനൽസ് നമുക്ക് വാളിലേക്ക് ഡയറക്റ്റ് ഫിക്സ് ഓൺ ചെയ്യും. സീലിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ സീലിംഗ് നമ്മൾ ചെയ്തിരിക്കുന്നത് പെർഫറേറ്റഡ് ജിപ്സം ബോർഡിൽ തന്നെ പെർഫറേറ്റഡ് ഷീറ്റ്സ് വെച്ചാണ് നമ്മൾ സീലിംഗ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അക്വസ്റ്റിക്സ് ലൂപ്പൈ കാർപ്പറ്റിംഗ് ആണ്. അത് വരുന്നത് ഒരു ബീച്ച് ആൻഡ് റെഡ് കോംബോയിലാണ്. നമ്മുടെ അക്വസ്റ്റിക്സ് തീമിനോട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റെഡ് കളർ ഫിനിഷിങ് വരുന്ന ഒരു ഫുള്ളി മോട്ടറൈസ്ഡ് റിക്ലൈനേഴ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ റിക്ലൈനേഴ്സ് നമുക്ക് ലെതർ ഫിനിഷിലും ആർട്ടിഫിഷ്യൽ ലെതറിലും അവൈലബിൾ ആണ്. ജോസഫേ, നമ്മൾ ഒരു ഹോം തിയേറ്റർ ചെയ്യുമ്പോൾ മിനിമം എത്ര സൈസിൻ്റെ ഇതായിരിക്കണം റൂം? ഒരു മിനിമം ഒരു 10 അടി വീതിയും 15 അടി നീളവും 10/15 ആണ് ഒരു മിനിമം റിക്വയർമെൻറ്റ് നമ്മൾ പറയുന്നത് റൂം സൈസ്. ഇത് ആക്ച്വലി ഒരു ഐഡിയൽ റൂമാണ്. ഒരു 18/14 റൂമാണിത്. നമുക്കൊരു എപ്പോഴും ലെങ്ത്ത് കൂടുന്നതനുസരിച്ച് എപ്പോഴും നമുക്ക് റെക്റ്റാങ്കിൾ റൂമാണ് പ്രിഫർ ചെയ്യുന്നത്. നമുക്കൊരു 20/12 ഒരു 20/30 എന്നൊക്കെ പറയുന്ന ഒരു ഐഡിയൽ റൂമാണ്. നമ്മുടെ ഇവിടെ ചെയ്തിരിക്കുന്ന ഈ സൗണ്ട് സിസ്റ്റത്തിനെ പറ്റി ഒന്ന് പറയുമോ? നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് JBLൻ്റെ 7.1 സ്പീക്കർ സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. JBLൻ്റെ തന്നെ സ്റ്റേറ്റ് സീരീസിലെ ഫ്ലോ സ്റ്റാൻഡേർഡ്സ് LR ആയിട്ട് ലെഫ്റ്റ് റൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു സെൻട്രൽ ചാനൽ, ഒരു 80% സിനിമയുടെ വോക്കൽ വരുന്നത് സെൻട്രൽ ചാനലിൽ നിന്നാണ്. ഒരു സെൻട്രൽ ചാനൽ JBLൻ്റെ തന്നെ 125 എന്ന് പറഞ്ഞൊരു മോഡലാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ നമ്മളൊരു സബ്ബൂഫർ 12 ഇഞ്ച് ഡ്രൈവ് വരുന്ന ഒരു സബ്ബൂഫറും കൊടുത്തിട്ടുണ്ട്. പിന്നെ എഫക്റ്റീവ് സ്പീക്കേഴ്സായിട്ട് നമ്മൾ സറൗണ്ട് യൂസ് ചെയ്തിരിക്കുന്നത് JBLൻ്റെ തന്നെ ഇൻവോൾവ് സ്പീക്കേഴ്സാണ്. 260 എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഗ്രില്ലെല്ലാം നമുക്ക് പെയിൻറ്റബിൾ ആണ്. കൂടാതെ നമ്മളിവിടെ സീലിംഗിൽ കൊടുത്തിരിക്കുന്ന ഡോൾബി അറ്റ്മോസ് സ്പീക്കറായിട്ട് കൊടുത്തിരിക്കുന്നത് JBLൻ്റെ തന്നെ അരീന 610 എന്ന മോഡലാണ്. പ്രൊജക്ഷന് വേണ്ടി നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഒപ്റ്റോമ എന്ന കമ്പനിയുടെ 4K പ്രൊജക്ടറായ UHD 35+ എന്ന മോഡലാണ്. ഇത് ആക്ച്വലി ഒരു DLP പ്രൊജക്ടറാണ്. ഹൈ റിഫ്രഷ് റേറ്റിൽ വരുന്ന ഒരു ഗെയിമിംഗ് പ്രൊജക്ടർ കൂടിയാണ് ഒപ്റ്റോമ UHD 35+. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എലൈറ്റ് എന്ന ബ്രാൻഡിൻ്റെ 135 ഇഞ്ച് ഡയഗണൽ വരുന്ന ഒരു ഫിക്സഡ് ഫ്രെയിം സ്ക്രീനാണ്. ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രീൻ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ബ്രാൻഡാണ് എലൈറ്റ്. ഇത് OTT കാലങ്ങളുടെ യുഗമാണ്. ഇന്ന് നമുക്ക് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ പോലുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളും ഇന്ന് ഡോൾബി അറ്റ്മോസ് കണ്ടൻറ്റാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തിയേറ്ററിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 7.1 അഥവാ 5.1.2 ഡോൾബി അറ്റ്മോസ് കോൺഫിഗറേഷൻ സ്പീക്കർ സിസ്റ്റമാണ്. അപ്പോൾ ജോസഫ്, ചുരുക്കം പറഞ്ഞാൽ ഒരു കസ്റ്റമർ ഈ ഹോം തിയേറ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് റൂമിൻ്റെ സൈസ്, അതിനെ ആസ്പദമാക്കിയിരിക്കും അതിൻ്റെ അക്വസ്റ്റിക്സ് റേറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. കൂടാതെ നമ്മൾ ഈ ഒരു കസ്റ്റമറുടെ ബഡ്ജറ്റ് നിർണ്ണയിക്കുന്നത് ആ റൂമിലെ സൗണ്ട് സിസ്റ്റം ആയിരിക്കും. കാരണം നമ്പർ ഓഫ് ബ്രാൻഡ്സ് ഉണ്ട് സൗണ്ട് സിസ്റ്റത്തിൽ. ഇപ്പോൾ ഈ പ്രൊജക്ഷനിൽ പറയുകയാണെങ്കിലെല്ലാം നമുക്ക് ചോയ്സ് കുറവാണ്. ഈ പറയുന്ന ഫുൾ HD 4K 1-2 ചോയ്സ്, ഇതിലേതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഒരു 4K പ്രൊജക്ടർ എന്നുള്ളതേ ഉള്ളൂ. സ്ക്രീൻ നമുക്ക് ആ റൂമിന് അനുസൃതമായ ഒരു സ്ക്രീൻ നിശ്ചയിച്ച് നമുക്കത് കൊടുക്കാൻ പറ്റും. കൂടാതെ വരുന്ന ഈ സൗണ്ട് സിസ്റ്റത്തിലാണ് കസ്റ്റമറുടെ ബഡ്ജറ്റ്. കസ്റ്റമർ ചൂസ് ചെയ്യുന്ന ബ്രാൻഡ്സ് അനുസരിച്ചിരിക്കും അതിൻ്റെ ആ ഹോം തിയേറ്ററിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കസ്റ്റമർ പറയുകയാണ് എനിക്കൊരു 5 ലക്ഷം രൂപ ബഡ്ജറ്റ് ഉള്ളെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന സിസ്റ്റം ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഒരു കസ്റ്റമർ പറയും നമുക്കൊരു 15 lakhs എബവ് പോകാമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള സിസ്റ്റവും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 3 കാര്യങ്ങളായിരിക്കും നമുക്കതിൽ പ്രോപ്പറായിട്ട് വരേണ്ടത്. ഒന്ന് അക്വസ്റ്റിക്സ്, ഓഡിയോ, വീഡിയോ. അപ്പോൾ ജോസഫെ, നമ്മൾ വീട് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഏത് സ്റ്റേജിലാണ് നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്നത്? നമ്മൾ ആ വീടിൻ്റെ വയറിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജിലാണ് ഞങ്ങളുടെ കൺസൾട്ടേഷൻ ആവശ്യം വരുന്നത്. ഒരു വീടിൻ്റെ വയറിങ് തുടങ്ങുന്ന സമയം മുതൽ നമ്മൾ ഹോം തിയേറ്ററിലേക്കുള്ള വയറിങ്ങും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. കൂടാതെ ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ഹോം ആണെങ്കിൽ നമ്മൾ ആ വീട്ടിലെ ഇപ്പോൾ ഒരു മാസ്റ്റർ ബെഡ്റൂം അല്ലെങ്കിൽ അവർക്കൊരു ഗസ്റ്റ് ബെഡ്റൂം കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളത് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ലിവിങ് റൂം
ഹോം സിനിമ മതിയെങ്കിൽ നമുക്ക് ലിവിങ് റൂമിൽ വയ്ക്കാൻ പറ്റുന്ന സിസ്റ്റം അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ഹോം തിയേറ്ററിൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഞങ്ങൾ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.